ദ ഗുഡ് ഡോക്ടർ എന്ന വെബ് സീരീസിലെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. 14 വയസ്സുള്ളൊരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. അവൾക്ക് അവളുടെ ഹാർട്ട് അത് അവളുടെ നെഞ്ചുംകൂടിനുള്ളിലല്ല, അത് വയറിന് തൊട്ട് മുകളിൽ അതിൻ്റെ ഇടിപ്പ് കാണുന്ന വിധത്തിൽ പുറത്താണ്. നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഹാർട്ട് പുറത്ത് ഇടിക്കുന്നത്. അപ്പോൾ സർജറിക്ക് വേണ്ടി കൊണ്ടുവരുന്ന അത് ഹാർട്ട് അതിൻ്റെ സ്ഥാനം മാറ്റി വയ്ക്കണം, അതിൻ്റെ ശരിക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കണം. ഈ 14 വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ അവൾ സോഷ്യൽ മീഡിയ ബഗ്ഗാണ്. അവൾ ഫുൾ ടൈം ലൈവായിട്ട് ഇങ്ങനെ അവളുടെ കുറേ കൂട്ടുകാരുണ്ട്, ഓൺലൈനിൽ കുറേ കൂട്ടുകാരുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കും, കാര്യങ്ങളുടെ കഥകളൊക്കെ പറയും, കുറേ ഫോളോവേഴ്സൊക്കെ ഉണ്ട് അവൾക്ക്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സുകളോട് സംസാരിക്കുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ക്രൗഡിൻ്റെ ഉള്ളിലോട്ട് പോകണം. കാരണം വീട്ടുകാർ ഒരിക്കലും എന്നെ പുറത്തു വിട്ടിട്ടില്ല. കാരണം ചെറിയ പ്രസ് പോലും എൻ്റെ ഹൃദയത്തെ നിർത്തിക്കളയും. അതുകൊണ്ട് ഞാൻ ക്രൗഡ് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഡോക്ടർ പറയും, നിനക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ആ ഫ്രണ്ട്സൊക്കെ ഓൺലൈനിലല്ലേ ഡോക്ടറെ, പക്ഷെ എനിക്ക് അവരായിട്ട് ഫണ്ടുണ്ടാവണം. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഏറ്റവും ആദ്യം ഒരു പാർട്ടി വിളിച്ചു കൂട്ടിയിട്ട് ആ ഹോള് നിറയെ എനിക്ക് ആൾക്കാരായിരിക്കണം, എനിക്ക് അവരെയൊക്കെ ഹഗ് ചെയ്യണം. ഇവളുടെ സർജറി കഴിഞ്ഞ് ഹാർട്ട് അവളുടെ കറക്റ്റ് പൊസിഷനിലേക്ക് ആക്കിയിട്ട് അവൾ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഐ വാണ്ട് ടു ഹഗ്. അപ്പോൾ അവളെ അമ്മ ആദ്യമായിട്ട് അവളെ ലൈഫിലിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയുണ്ട്. ഇത് ഹോസ്പിറ്റലിൽ നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു കുഷ്ഠരോഗിയെ കാണുന്നത്. ഒരു ഹഗ് പോയിട്ട് നോട്ടം പോലും നിഷേധിക്കപ്പെട്ട മനുഷ്യനാണ്. മനുഷ്യരുടെ കണ്ണിൽ പെടാത്ത വിധം മാറി നിൽക്കാൻ വിധിക്കപ്പെട്ടൊരു മനുഷ്യൻ. എത്രമാത്രം ഡെസ്പറേറ്റ് ആയിരിക്കും അയാൾ. അതുകൊണ്ട് അയാൾ ഈശോയുടെ മുന്നിൽ വരുമ്പോൾ ഈശോ അയാളെ തൊട്ട് സുഖപ്പെടുത്തിയെന്ന് എഴുതുക. ഞാനതിനെ വായിക്കുന്നത് ഈശോ തൊട്ടല്ല, ഈശോ അവനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, ഈശോ ഒരു ടൈറ്റ് ഹഗ് അവന് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നിൻ്റെ അസുഖമൊക്കെ മാറി പൊക്കുമെന്ന്. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഈശോ ഹഗ് ചെയ്തു. അത് തന്നെയാണ് അവൻ്റെ സൗഖ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഗോസ്പലിലെ കുഷ്ഠരോഗി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരാണ്. പല ആൾക്കാരെയും നന്നായിട്ട് ഹഗ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സിൽ കുഷ്ഠമുണ്ട്. നമുക്കിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് മനസ്സുണ്ടാകണേ.